കാനഡയുടെ PR ആപ്ലിക്കേഷൻ പലരും ചെയ്യുന്നത് സെൽഫും അല്ലെങ്കിൽ ഒരു ഏജൻറ്റ് ആരെങ്കിലും സഹായത്തോടു കൂടിയായിരിക്കും. ഈ അടുത്തിടെയായിട്ട് കാനഡയിലെ ഒരു PR പ്രോസസ്സിന് വേണ്ടിയും അല്ലെങ്കിൽ PGWPക്ക് അങ്ങനെ പല രീതിയിലുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യുമ്പോൾ വളരെയധികം തെറ്റുകൾ കൂടുന്നുണ്ട്. ഇത് IRCCയുടെ ശ്രദ്ധയിൽപ്പെടുകയും അവർ ഇങ്ങനത്തെ മിസ്റ്റേക്കുകൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി വളരെയധികം ഇൻഫർമേഷൻസ് ഇപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കോമൺ ആയിട്ടുണ്ടാകുന്ന മിസ്റ്റേക്സുകൾ നമുക്കെല്ലാം അവോയ്ഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഇപ്പം പറയാൻ പോകുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നെന്ന് പറയുന്നത് റോങ് ആയിട്ട് NOC കോഡ് മാർക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് പല PRൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സും പലരും NOC കോഡൊക്കെ ചേഞ്ച് ചെയ്യാറുണ്ട്. കാരണം PR കിട്ടാൻ NOC കോഡ് മാറ്റുന്നതനുസരിച്ച് സാധ്യത കൂടും എന്ന് കണ്ടിട്ടാണ്. അങ്ങനെ മാറ്റുമ്പോൾ പലരും മറന്നു വന്നൊരു കാര്യമാണ്, അത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്ന ഡ്യൂട്ടീസും ഈ NOC കോഡുമായിട്ട് മാച്ച് ആവുന്നില്ല എന്നുള്ളതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു സൂപ്പർവൈസർ റോളാണ് വർക്ക് ചെയ്തതെങ്കിൽ സൂപ്പർവൈസർ റോളിൽ ചെയ്യേണ്ട ഡ്യൂട്ടീസ് മാത്രമേ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിനകത്ത് വരാൻ പാടുള്ളൂ. എന്നാൽ ഇത് വളരെയധികം ആൾക്കാർ വിട്ടുപോവുകയും നമ്മൾ അതിനപ്പുറമായിട്ടുള്ള അതിൽ കൂടുതൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചിലപ്പം ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ നമ്മളൊരു ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ കൂടുതൽ ഡ്യൂട്ടി ചെയ്യുന്ന ഒരാളാണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മളത് ആഡ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു റെഫ്യൂസൽ ലെറ്റർ വരാനോ അല്ലെങ്കിൽ ഒരു റിവ്യൂ ലെറ്റർ വരാനോ ഒക്കെ സാധ്യത വളരെ കൂടുതലാണ്. രണ്ടെന്ന് പറയുന്നത് ഫെയിലിയർ ടു ഡിക്ലെയർ പേഴ്സണൽ ചേഞ്ചസ് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരാൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം എന്നുള്ളത് പലർക്കും അറിയാം. എന്നാൽ പലരും ചെയ്യുന്നൊരു കാര്യമെന്ന് പറയുന്നത് PR കിട്ടാൻ കുറച്ച് സാധ്യത കൂടുതലാണെങ്കിൽ കല്യാണം കഴിച്ച കാര്യം മറച്ചു വെക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ കല്യാണം കഴിച്ചിട്ട് ഇല്ല എന്ന് കാണിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പോയിൻറ്റ്സ് കിട്ടും എന്നുള്ളത് കൊണ്ട് കല്യാണം കഴിച്ച കാര്യം മറച്ചു വെക്കുകയും അത് പിന്നീട് ആഡ് ചെയ്യാം എന്നൊക്കെ വിചാരിക്കും. വൺസ് അതിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലപ്പം PRനുള്ളൊരു ഇൻവിറ്റേഷൻ കിട്ടിയാൽ പോലും ഫ്യൂച്ചറിൽ സ്പൗസിനെ ആഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ നേരത്തെ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ അവരെല്ലാം ഒത്തുനോക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഒത്തുനോക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അന്ന് ഒരു കള്ളം പറഞ്ഞു എന്നവർ തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ PRോട് കിട്ടുമെങ്കിൽ പോലും നമ്മുടെ സ്പൗസിന് ആ PR ഒരു കാലത്തും കിട്ടണമെന്നില്ല. മാത്രമല്ല ഒരു തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 5 ഇയറിലേക്ക് ഒരു കാനഡയിലെ ഇമിഗ്രേഷൻ ബാൻ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മൂന്നെന്ന് പറയുന്നത് ഇൻഅഡിക്വേറ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കാണിക്കുക എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ചിലപ്പോൾ 2-3 വർഷം എക്സ്പീരിയൻസ് ഉണ്ടാവും. പക്ഷേ നമ്മൾ അതിനകത്ത് പറയുന്ന ഒരു പ്രോട്ടോക്കോൾ കൃത്യമായിട്ട് പാലിക്കാതെ ഒരു 1 ഇയർ കണ്ടിന്യൂസ് ഉള്ളൊരു എംപ്ലോയ്മെൻറ്റ് റെക്കോർഡ് കാണിക്കാതെ 2-3 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു കഴിഞ്ഞാലും ഈ ഒരു റിജക്ഷൻ കിട്ടാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. അടുത്തതെന്ന് പറയുന്നത് എല്ലാവർക്കും കോമൺ ആയിട്ടുണ്ടാകുന്ന ഒരു മിസ്റ്റേക്കാണ് എക്സ്പയർഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ടെസ്റ്റ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതെല്ലാവർക്കും കോമൺ ആയിട്ടുണ്ടാകുന്ന മിസ്റ്റേക്ക് എന്ന് പറയാൻ കാര്യം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ടെസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് വാലിഡിറ്റി ഉണ്ടാവും. എന്നാൽ 1 വർഷത്തിന് ശേഷമൊക്കെയാണ് ഇൻവിറ്റേഷൻ കിട്ടുന്നതെങ്കിൽ ആ സമയമാകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആ എക്സ്പയർ ആയ കാര്യം നമ്മളങ്ങ് മറന്നുപോകും. അങ്ങനെ എന്തെങ്കിലും ഒരു IELTS സ്കോറോ എന്തെങ്കിലും എക്സ്പയർ ആയി കഴിഞ്ഞാലും ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന ഒരു ചെറിയ മിസ്റ്റേക്ക് കാരണമായിരിക്കും ഈ റിജക്ഷൻ വരാൻ പോകുന്നത്. അടുത്തതെന്ന് പറയുന്നത് പ്രോഗ്രാം എലിജിബിലിറ്റിയെക്കുറിച്ച് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതാണ്. അതായത് നമ്മളിപ്പോൾ പഠിക്കുന്ന സമയത്ത് നമ്മളൊരു പെയ്ഡായിട്ടുള്ളൊരു ജോലിയൊക്കെ ചെയ്തിട്ടുണ്ടാവും. പലരും ഇത് ഒരു എക്സ്പീരിയൻസ് ക്ലാസ് എൻ്റെ രീതിയിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ എക്സ്പീരിയൻസും ഇതിനകത്ത് ആഡ് ചെയ്യാറുണ്ട്. പക്ഷേ അത് വളരെ അധികം തെറ്റുണ്ടാക്കുന്നൊരു കാര്യമാണ്. കാരണം അതൊരു പഠിത്തത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു അങ്ങനെ ജോലി ചെയ്തിരുന്നത്. അതിനൊരു പേയ്മെൻറ്റ് കിട്ടി എന്നുള്ളത് ശരിയാണ്. എങ്കിൽ പോലും ആ ഒരു പേയ്മെൻറ്റ് കിട്ടിയ ആ ഒരു ജോലി ഒരിക്കലും എക്സ്പീരിയൻസ് ക്ലാസ്സിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് കാണിക്കാൻ പാടുള്ളതല്ല. ഇനി അടുത്തതെന്ന് പറയുന്നത് ചില മെഡിക്കൽ കണ്ടീഷൻസ് കാരണവും ഈ ആപ്ലിക്കേഷൻ റിജക്ഷൻ വരാം. ഉദാഹരണം പറയുകയാണെങ്കിൽ TB പോലത്തെ കണ്ടീഷൻ ഫാമിലി മെമ്പേഴ്സിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഫാമിലിക്ക് മുഴുവൻ റിജക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ പലരും നാട്ടിലെ പല ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിലൊക്കെ ഉള്ളൊരു ഫ്രോഡുലൻസ് കാണിച്ചാലും വലിയ പ്രശ്നങ്ങളൊന്നും പൊതുവേ ഉണ്ടാവാറില്ല. എന്നാൽ ഇങ്ങനത്തെ ഒരു മാനസിക സമീപനത്തോടു കൂടിയാണ് പല ആപ്ലിക്കേഷൻസും ഇവിടെ കാനഡയിൽ സബ്മിറ്റ് ചെയ്യാറുള്ളത്. ഇങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ വലിയ രീതിയിലാണ് റിജക്ഷൻസോ അല്ലെങ്കിൽ റെഫ്യൂസലോ ഒക്കെ ഉണ്ടാകുന്നത്. ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് പല രീതിയിലും കാനഡയിലൊക്കെ എത്തിയതിന് ശേഷം ചെറിയ കുറേ മിസ്റ്റേക്സുകൾ കാരണം ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് എത്രമാത്രം വിഷമം ഉണ്ടാവും. കാനഡയിൽ ഏതൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടിയും ആ ഇൻഫർമേഷൻസ് എല്ലാം മാക്സിമം കളക്ട് ചെയ്തതിന് ശേഷം മാത്രമേ അത് സബ്മിറ്റ് ചെയ്യാവൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു എക്സ്പേർട്ടിൻ്റെ അഭിപ്രായം എപ്പോഴും ചോദിക്കുന്നതാണ് ഇതിൽ നല്ലത്. ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.